ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ കേട്ടോ. യാമിക്കുട്ടിയുടെ അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മൾ ചേച്ചിന്ന് അമ്പലത്തിലൊക്കെ പോവാം, ഒരു വ്ളോഗൊക്കെ എടുക്കാമെന്ന്. അപ്പോൾ ഞാൻ ഭയങ്കര ത്രില്ലിങ്ങിലെട്ടാ. യാമിക്കുട്ടിയാണെങ്കിൽ ഇത് എഴുന്നേറ്റിട്ട് പോലും ഇല്ല കേട്ടോ, ഭയങ്കര ഉറക്കത്തിലാണ്. നമ്മളാണെങ്കിൽ ഇന്ന് കുറച്ച് അധികം ലേറ്റ് ആയിട്ട് ഇനി യാമിക്കുട്ടീനെ എഴുന്നേപ്പിച്ച് കുളിച്ച് മാറ്റിയൊക്കെ എടുക്കണം. അമ്മ കുളിപ്പിച്ച് കൊണ്ടുവരും ഞാൻ ഒരുങ്ങുമ്പോഴേക്കും. പിന്നെ ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്തപ്പോൾ അടുക്കളയിൽ മിക്സിയുടെ ശബ്ദമൊക്കെ കാരണം അത് ക്ലിയർ ആയില്ല കേട്ടോ, അപ്പോൾ ഒന്നുകൂടെ ചെയ്തതാണ്. പിന്നെ നമ്മളെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് 8-ാം തീയതി ആയിരുന്നു, അപ്പോൾ അത് വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റ് ആയിട്ടോ. അങ്ങനെ ഞങ്ങൾ കുളിച്ചൊരുങ്ങി മാറ്റി ഇതാ പോവാട്ടോ അമ്പലത്തിലേക്ക്. ഓട്ടോ കയറാൻ വേണ്ടി പോവാം. അവിടെ മാമൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. യാമിക്കുട്ടി ഭയങ്കര ത്രില്ലിങ്ങിലാട്ടോ. അങ്ങനെ ഓട്ടോയിൽ കയറി ഞങ്ങൾ അമ്പലത്തിലെത്തിയിട്ടോ. അമ്മയും ഞാനും യാമിക്കുട്ടിയും മാത്രമേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ 3 പേര് മാത്രമേ. ഞാൻ എൻ്റെ വീട്ടിലാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ 3 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഇവിടെ പച്ചാട്ടര ശിവക്ഷേത്രം കേട്ടോ. അപ്പം ഞങ്ങൾ ചേട്ടന് വേണ്ടിയിട്ട് കുറച്ച് വഴിപാടൊക്കെ കഴിച്ച് അമ്പലം ചുറ്റുകയാണ് കേട്ടോ. അപ്പം നോക്കിയപ്പോൾ അവിടെ ഒന്നായിട്ട് അടക്കൽ പൂജ ചെയ്ത് കാരണം അടച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങളിവിടെ പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ്. കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. ഞാൻ യാമിക്കുട്ടിയും അമ്മയും കൂടെ പുറത്ത് നിന്ന്, അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് ആൾക്കാരൊക്കെ തൊഴുതു പോയിരുന്നു. പിന്നെ 2-3 ചേച്ചിമാരൊക്കെ വന്നു. അങ്ങനെ ഞങ്ങൾ തൊഴുത് ഇറങ്ങി കേട്ടോ. അമ്പലത്തിൽ നിന്ന് പ്രസാദം കിട്ടി, പായസമൊക്കെ കിട്ടിയിട്ടോ. അതൊക്കെ കിട്ടിയിട്ട് ഞങ്ങളിങ്ങനെ നടക്കണം, പുറത്തേക്ക് ഇറങ്ങി. ഒരു ഓട്ടോ കിട്ടണം ഇനിയിപ്പോൾ. നമുക്ക് കുറച്ച് സാധനങ്ങൾ കൂടെ ഇവിടെ നിന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കാൻ കേട്ടോ. അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് വേണം നമ്മൾ ഓട്ടോ കയറി പോകാൻ. അമ്മ ഇതാ അടുത്തുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ നടക്കണം. അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ഓട്ടോ കിട്ടി. ഓട്ടോയിൽ കയറി വീട്ടിലേക്ക് തിരിച്ചിട്ടാവും. യാമിക്കുട്ടി ഇന്ന് നല്ല ത്രില്ലിങ്ങിന് നമുക്ക് ഓട്ടോയിലൊക്കെ പോകുമ്പോൾ ഭയങ്കര ഇഷ്ടം കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നിട്ടോ. പിന്നെ ഇപ്പം ഡ്രസ്സൊക്കെ മാറിയിട്ട് വേണം. യാമിക്കുട്ടി ഇതാ തൊട്ടിലിരുന്ന് കളിക്കുക കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അവളെ ഉറക്കി വെച്ചിട്ട് വേണം, ബാക്കി കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഉറക്കം നോക്കിയിട്ട് ഇവൾ ഒരു വഴിക്ക് ഉറങ്ങുന്നില്ല കേട്ടോ, ഫുള്ള് കളിയിലാണ്. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ ഞാൻ ഉറങ്ങുന്നൊന്നും, ആകെ കളിയിലാണ് അവൾ. അങ്ങനെ യാമിക്കുട്ടി ഉറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ അവളെ തന്നെ ഫുഡൊക്കെ കൊടുത്ത് സെറ്റാക്കണം. ഒരു പായസമൊക്കെ ഉണ്ടാക്കാനുണ്ട് കേട്ടോ. സദ്യക്ക് രാവിലെ തന്നെ ഒരുക്കി വെച്ചിട്ടാണ് പോയത്. ഇവക്കിനിപ്പോൾ കായപ്പൊടിയോ രാഗി അങ്ങനെ എന്തെങ്കിലും കൊടുക്കണം കേട്ടോ. യാമിക്കുട്ടി ഞാൻ ഫുഡ് കഴിച്ചിങ്ങനെ കിടക്കും അല്ലേ യാമിക്കുട്ടി? അച്ഛൻ്റെ വീഡിയോ കോൾ ചെയ്യണ്ടേ? ജയന് വീഡിയോ കോൾ ചെയ്യണ്ടേ ചേട്ടേ? അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ സദ്യ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഉപ്പേരിയുണ്ട്, കൂട്ടുകറിയുണ്ട്, മത്തനുണ്ട്, അവിയലുണ്ട്, പുളിയിഞ്ചി ഉണ്ട്, കൊണ്ടാട്ടമുളക്. പിന്നെ നമ്മൾ ബോളി ട്രൈ ചെയ്തിട്ടോ ഫസ്റ്റ് ടൈമായിട്ട്. പിന്നെ പായസം ഉണ്ട്, സാമ്പാർ, പപ്പടം, പഴം. അത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ചെറിയൊരു ഒരുക്കങ്ങൾ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഫസ്റ്റ് തന്നെ ഞാൻ യാമിക്കുട്ടിക്ക് ചോറ് കൊടുത്തിട്ടോ. അവൾ ചോറൊന്നും കഴിക്കാറായില്ല കേട്ടോ. അപ്പോൾ വിളമ്പിയിട്ട് ഞാൻ യാമിക്കുട്ടിക്ക് വെച്ച് കൊടുത്തേ ഉള്ളൂ. ജേട്ട ഇല്ലാത്ത കാരണം അവൾക്ക് ഞാൻ ഫസ്റ്റ് തന്നെ വെച്ച് കൊടുത്തു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് യാമിക്കുട്ടി ഇതവിടെ മേല് കഴിക്ക് കളിക്കുക കേട്ടോ. അപ്പോൾ ഈവനിങ് ആകുമ്പോഴേ ചേട്ടൻ വർക്ക് കഴിഞ്ഞ് വരുള്ളൂ. നമ്മൾ ഒരു ഗിഫ്റ്റൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് സർപ്രൈസായിട്ട്. അപ്പോൾ ഈവനിങ്ങിന് നമുക്ക് വീഡിയോ കോളൊക്കെ ചെയ്യണം. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ബർത്ത്ഡേ ഗിഫ്റ്റ്. പിന്നെ മറ്റേത് ചേട്ടൻ്റെ ഫ്രണ്ട്സ് കൊടുത്തതാണ്. ചേട്ടന് ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളാട്ടോ. സർപ്രൈസ് ഫങ്ഷൻ അങ്ങനെയൊന്നും, അതായത് മൂപ്പരുടെ ബർത്ത്ഡേക്ക് ഇങ്ങനെയൊന്നും ചെയ്യുന്നതിൽ ഇൻട്രസ്റ്റ് ഇല്ല. ബാക്കിയുള്ളവർക്കൊക്കെ ചെയ്യാൻ ഭയങ്കര താല്പര്യമാണ്. അതാണ് കേക്ക് കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഭയങ്കര ഒരു ചടപ്പാണ് ഇങ്ങനെയൊക്കെ മൂപ്പർക്ക് വേണ്ടി നമ്മൾ ഒരുക്കുന്നതൊക്കെ. അപ്പോൾ അന്നാണെങ്കിൽ ഒന്നുമില്ലാത്തൊരു ഇടിയും മഴയൊക്കെ ആയിട്ട് ഇവിടെ പവർ കട്ടായിട്ട് നമുക്ക് വീഡിയോ കോളൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അനിയനും വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്ത് അയച്ചിരുന്നു. അതായിട്ട് എൻ്റെ അനിയൻ, ആ വീഡിയോ എടുക്കുന്നതാണ് എൻ്റെ അനിയൻ. അപ്പോൾ ഇതായിട്ടോ ഞാൻ യാമിക്കുട്ടിയും ചേട്ടന് ഗിഫ്റ്റ് നൽകിയത്. UAE-യിലുള്ള 2 ടീംസായിരുന്നു, സാറാ ബേക്സ് ആൻഡ് ബ്രോത്താക്രാഫ്റ്റ്. അപ്പോൾ അവർക്ക് 2 പേർക്കും വലിയ താങ്ക്സ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുവരെക്കും ടാറ്റ, ബൈ ബൈ, സീ യു.